ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം ഞങ്ങളുടെ അച്ഛൻ്റെ കെട്ടുനിറയാണിന്ന്. അപ്പോൾ കെട്ടുനിറയ്ക്ക് പോകാൻ വേണ്ടി ഞാനും കനിയും അമ്മയും കൂടി റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ ഉണ്ണി ഹായൊക്കെ കാട്ടുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി വരാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. 7 മണിക്ക് കെട്ടുനിറ തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ പോകാൻ വേണ്ടി റെഡി ആയത്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഉണ്ണിക്ക് നല്ല തണുവുണ്ട്. കാരണം ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് നല്ല കാറ്റ് വീശുന്നതുകൊണ്ട് നല്ല തണുവുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ അമ്പലത്തിലെത്തി ഉടനെ തന്നെ ഉണ്ണി അച്ചച്ചനെ കണ്ടപ്പോൾ ഓടിപ്പോയി അച്ചച്ചനും ഉണ്ണിയും കൂടെ മേലെ പോയിട്ട് തൊഴുത് വന്നു കേട്ടോ. കൂടെ ഞങ്ങളും പോയി തൊഴുത് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുമ്പോൾ താഴത്ത് അവിടെ സ്വാമിമാരൊക്കെ കെട്ടി നിറയ്ക്കാനുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അമ്മയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെ കണ്ടപ്പോൾ ഉണ്ണിക്ക് നല്ല ഹാപ്പിയായി. അതിൻ്റെ ഇടയ്ക്ക് ആളുടെ മുണ്ടൊക്കെ ഒന്ന് അഴിഞ്ഞു പോയി കേട്ടോ. അങ്ങനെ അതൊക്കെ കെട്ടുനിറ തുടങ്ങിയപ്പോൾ ഉണ്ണിക്ക് നെയ്ത്തേങ്ങ നിറയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ നെയ്ത്തേങ്ങ നിറയ്ക്കാൻ വേണ്ടിയിട്ട് അച്ചച്ചൻ്റെ മടിയിലിരുന്നിട്ട് ഉണ്ണി നെയ്ത്തേങ്ങ നിറയ്ക്കുകയായിരുന്നു. കാരണം ഉണ്ണിക്ക് വഴിപാട് ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛൻ. ആളൊരു കുഴപ്പമില്ലാണ്ട് അച്ചച്ചൻ്റെ മടിയിലിരുന്ന് അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ഛനും പിന്നെ 3 സ്വാമിമാരും കൂടെ നടന്നിട്ടാണ് ശബരിമലയ്ക്ക് പോണത് കേട്ടോ. ഞങ്ങളുടെ അച്ഛൻ 32 വർഷമായിട്ട് നടന്നിട്ടാണ് പോണത്. അങ്ങനെ ഉണ്ണി ആ നെയ്ത്തേങ്ങ നിറച്ച തേങ്ങ കെട്ടിലിട്ട് അച്ഛൻ കെട്ടിയിട്ടാ. എന്നിട്ട് ഉണ്ണീനായിട്ട് എന്തൊക്കെ വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണി ഹാപ്പിയായി. അങ്ങനെ അച്ഛനും പിന്നെ മറ്റു സ്വാമിമാരും കൂടെ യാത്രയായിട്ടാ. അവരൊക്കെ യാത്രയാക്കി ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് മടങ്ങി. അമ്മ അങ്ങനെ അവിടുന്ന് ഓഫീസിലേക്ക് പോവുക ചെയ്തത്. അപ്പോൾ ഉണ്ണിയും അച്ഛമ്മയും വർത്താനം പറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് എത്തി. ഞങ്ങൾ കുറച്ച് നേരം കളിച്ചു. അവിടെ ഉണ്ണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണികളായിട്ട് ഞങ്ങൾ കുറച്ച് നേരം കളിച്ചു. അപ്പോൾ വേറൊരു ഉണ്ണിയുടെ സൈക്കിൾ കണ്ടപ്പോൾ ഉണ്ണിക്ക് അത് ചവിട്ടണം. മറ്റു വലിയ സൈക്കിളായതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ചവിട്ടാൻ അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ എടുത്തിട്ട് ഇങ്ങനെ ചവിട്ടി. അപ്പോൾ അവൾക്ക് നല്ല ഹാപ്പി ആയിട്ടാ. അത് കഴിഞ്ഞ് ഞാൻ അവളെ നിലത്തിറക്കിയിട്ട് ഞാനും ഒന്ന് വെറുതെ ചവിട്ടി നോക്കി. എനിക്ക് നല്ല ഇഷ്ടമാണ് സൈക്കിളൊക്കെ ചവിട്ടുന്നത്. അങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.